നമസ്കാരം. ഇന്ന് 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 11th ഡേ ആണ്. ഇന്ന് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾക്ക് കിട്ടിയ പുതിയ ദിവസത്തിന് നന്ദി പറയുക. ഈ ശ്വാസത്തിന് നന്ദി, നമ്മുടെ ഹൃദയമിടിപ്പിന് നന്ദി. നന്ദി പറയുമ്പോൾ 3 പ്രാവശ്യം നന്ദി 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 എന്ന് പറയുക. പിന്നെ നമ്മൾ എണീക്കുന്ന സമയത്ത് നമ്മളുടെ കാലുകൾ ഓരോ അടി വെക്കും തോറും നമ്മൾ നമ്മളുടെ ആ ഒരു അനുഗ്രഹത്തിന് നന്ദി പറയുക. ഈവൻ നമ്മൾ മുഖം കഴുകാൻ പോയാലും ബാത്റൂമിൽ പോയാലും ഒക്കെ അവിടം വരെ നടക്കാൻ കഴിഞ്ഞതിന് നന്ദി. അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും സുഖമായിട്ട് നടക്കുന്നതിന്, നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ സുഖമായിട്ട് നടക്കുന്നതിന് നന്ദി. അങ്ങനെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ മുതൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമ്മൾ ഈ നന്ദി ഓർക്കുക. മനസ്സിൽ നന്ദി 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 എന്ന് പറയുക. അന്ന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുക. അപ്പോൾ പ്രഭാതത്തിൽ നമ്മൾ എണീക്കുമ്പോൾ തന്നെ എണീറ്റ് ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ നന്ദി പറയാൻ തുടങ്ങണം. 11th ഡേയുടെ പ്രാക്ടീസ് ഇതാണ്. നമുക്ക് കിട്ടുന്ന ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ആ ദാനത്തിന് നമ്മൾ നന്ദി തീർച്ചയായിട്ടും പറയണം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും, നമ്മൾ രാത്രി കിടന്ന കിടക്കയ്ക്ക്, കട്ടിലിന്, നമ്മളിടുന്ന ഡ്രസ്സിന്, നമ്മളിടുന്ന ചെരുപ്പിന്, നമ്മൾ കഴിക്കുന്ന ഫുഡിന്, നമ്മൾ എല്ലാത്തിനും നന്ദി പറഞ്ഞു കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മളിൽ തന്നെ 100% ആത്മവിശ്വാസം ഉണ്ടാകുകയാണ്. ഒന്നുമില്ല തോന്നുന്നിടത്ത് ഇത്രയും സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതില്ലാത്തവരുമുണ്ട് ലോകത്ത്. ഒന്ന് കിടക്കാനായിട്ട് ഒരു കട്ടിലില്ലാത്തവർ കണ്ടിട്ടുണ്ടല്ലോ, കടത്തിണ്ണയിലൊക്കെ ആൾക്കാർ കിടക്കുന്നത്. നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണ്. ഇനി സ്വന്തം വീടില്ലെങ്കിൽ കൂടി വാടക കൊടുത്ത് താമസിക്കാൻ കഴിയുന്നവരല്ലേ നമ്മൾ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ 100% കൃതജ്ഞത പറയണം. സ്വന്തം വീടുണ്ടെങ്കിൽ ചെറുതാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾക്കൊരു വീട്, നമുക്കൊരു വാഹനമുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും അതുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ പോകുന്നത്. ഇങ്ങനെ 100 കാര്യങ്ങൾക്ക് നമ്മൾക്ക് ആ ദിവസം നന്ദി പറയാനുണ്ടാവും. ആ നന്ദി പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കും നമ്മൾ എന്ത് സമ്പന്നരാണ്, നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത്. ഇല്ലാത്ത എത്രയോ പേരുണ്ട്. നമ്മൾ ഈ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. 11th ഡേ പ്രാക്ടീസ് അങ്ങനെയാണ്. അപ്പം നമ്മളൊരു 28 ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മൾക്ക് നോ കംപ്ലയിൻറ്റ്സ്, പ്രത്യേകിച്ച് നമ്മുടെ ക്യാരക്ടറിൽ തന്നെ ഒരു വലിയ വ്യത്യാസം വരികയാണ്. അതുപോലെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര അതിശയം തോന്നാറുണ്ട്. നമ്മൾ ഈ കിട്ടുന്ന കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ നമുക്ക് എങ്ങനെയോ നമ്മൾ അറിയാതെ തന്നെ മറ്റൊരു വഴിയിൽ നിന്നും നമ്മൾക്ക് ചിലപ്പം ഒന്ന് കൂടുതൽ ഓർഡർ കിട്ടുമായിരിക്കും ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്യാഷിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ കിട്ടിയ പണത്തിന് നന്ദി പറയുമ്പോൾ അത് വന്ന് ചേരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളാലും നമ്മൾ സമ്പന്നരാകും. പക്ഷെ നമ്മുടെ ടൈം ആവശ്യമില്ലാതെ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാനും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും പോകാതെ നമ്മളുടെ ടൈം മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അതുവഴി നമ്മൾക്ക് കുറേ കാശുണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തിലുപരി നമ്മൾക്ക് കാശുണ്ടായാൽ മറ്റുള്ളവരെ സഹായിക്കാൻ എങ്ങനെയൊക്കെ കഴിയും എന്നുള്ള വഴിയിലൂടെ ചിന്തിക്കുമ്പോൾ അത്യാവശ്യമായിട്ടും ദൈവം നമുക്ക് തന്നിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് 11th ഡേ പ്രാക്ടീസ്. കഴിഞ്ഞ ദിവസത്തെ പറഞ്ഞിരുന്നു, നമ്മൾ കാണുന്ന ആൾക്കാർക്ക് നമ്മളോട് എന്തുപകാരം ചെയ്തു തന്നാലും അവർ ചിലപ്പം ശമ്പളം വാങ്ങിയിട്ടായിരിക്കും ജോലി ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അവരോട് നന്ദി പറയുക. നന്ദി പറയുന്ന അവസരത്തിൽ ഇങ്ങനെ ചിന്തിക്കുക, നമ്മളുടെ അനുഗ്രഹം അവരിൽ ഒരു മാന്ത്രിക പൊടി പോലെ വിതറുന്നു മനസ്സുകൊണ്ട് ചിന്തിക്കുക. അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു ദിവസം വലിയ പ്രശ്നങ്ങളില്ലാണ്ട് സന്തോഷത്തോടെ കടന്നു പോകും. അപ്പോൾ 12th ഡേ പ്രാക്ടീസിനുള്ളത് ഇന്ന് തന്നെ തരാൻ നോക്കാം. അപ്പം എല്ലാവർക്കും നന്മകളും അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു ദിവസമാകട്ടെ ഇന്ന്. ഹാവ് എ നൈസ് ഡേ.